ഇന്നത്തെ വീഡിയോ ബ്രക്കോളിയും എഗ്ഗും വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ബ്രക്കോളി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. പക്ഷേ മിക്കവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ എഗ്ഗും കൂടി ചേർക്കുമ്പോൾ ബ്രക്കോളി ഇഷ്ടപ്പെടാത്തവർ വരെ ഈ തോരൻ കഴിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ ബ്രക്കോളി നന്നായി വാഷ് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെക്കാം. ഇതിലേക്ക് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു സവാളയുടെ പകുതി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ എടുക്കുന്ന ബ്രക്കോളി കൂടുതലുണ്ടെങ്കിൽ ഒരു സവാള മുഴുവനായിട്ടും എടുക്കാം. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ബ്രക്കോളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇനി മസാല പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ബ്രക്കോളി പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ പാനിൻ്റെ മറ്റേ സൈഡിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എഗ്ഗ് ഒന്ന് ചിക്കിയെടുക്കണം. ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചിക്കിയെടുക്കാം. എന്നിട്ട് ഈ ബ്രക്കോളിയുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി ബ്രക്കോളി കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.